അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഫാമിൽ വന്നിട്ട് ഈ മുളയുടെ തൈകൾ നമുക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് തരാനായി സാധിക്കും. നമ്മുടെ ഫാമിലോട്ട് വന്നാൽ മതി. കടയിൽ 25-50 രൂപയൊക്കെ അതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫാമിൽ വരുന്ന നമ്മുടെ കർഷകർക്കായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആര് തന്നെ വന്നാലും നമുക്ക് സാധനം നിങ്ങൾക്ക് തരാൻ പറ്റുന്നതായിരിക്കും. ഏറ്റവും വിലക്കുറവിൽ ഇതേപോലത്തെ ജാതി തൈകൾ, ഇതേപോലത്തെ കുള്ളം വെറൈറ്റി കവുങ്ങുകൾ, ഇതുപോലെ നല്ല കായ പിടിക്കുന്ന നല്ല കുരുമുളക് തൈകൾ, ഏത് വെറൈറ്റി ആയിക്കോട്ടെ, നിറച്ചും ഇതുപോലെ തേങ്ങകൾ പിടിക്കുന്ന നല്ല കുള്ളം വെറൈറ്റി തെങ്ങുകൾ, ഒരു 5 വെറൈറ്റി തെങ്ങുകൾ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. VK അഗ്രോ ഫാമിൽ നിന്ന് ജനീഷാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തൈകളിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. കുറച്ച് തൈകൾ ലോഡ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മുടെ ഇവിടെയാണ്. അതായത് നമ്മുടെ ആട്ടിൻ്റെ ഫാമിൻ്റെ തൊട്ട സ്ഥലത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്രയ്ക്കുള്ള തൈയേ ഉള്ളൂ. നമ്മുടെ ഫാം ഹൗസാണ്, 2 റൂമുണ്ട്. നമ്മുടെ പണിക്കാർക്കും നമുക്കൊക്കെ അത്യാവശ്യം വന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ തടവെടുത്തൊക്കെ കുഴി അങ്ങനെയൊക്കെ കടന്നാണ്. ഇപ്പോൾ എല്ലാം തട്ടി നിരപ്പാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ് ഇട്ടിട്ട് ഗ്രീൻ നെറ്റ് ഇട്ടിട്ട് കുറച്ച് വരുന്നവർക്ക്, തൈകൾ കാണാൻ വരുന്നവർക്ക് നോക്കുമ്പോൾ ഒരു ലുക്ക് കാണല്ലോ. അപ്പോൾ ആ ലെവലിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആട്ടിൻ്റെ ഫാമിൻ്റെ ക്ലീനിങ് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആടുകൾ കുറച്ച് എടുക്കണം. കുറച്ചും കൂടെ അല്പസ്വല്പം പണികളുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുക്കണുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മുള വെട്ടിയിട്ട് നമുക്ക് ബാലൻസ് പരിപാടി നോക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മുള വെട്ടാനുള്ള സ്ഥലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മഞ്ഞമുളയുടെ തൈകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഫാമിലേക്ക് വന്നാൽ ഞാൻ കട്ട് ചെയ്ത് തരാം. ഇത് കടയിൽ 25-50 ആ റേഞ്ചൊക്കെ ഉണ്ട് തോന്നുന്നു. എനിക്ക് മേടിച്ച എമൗണ്ട് ഓർമ്മയില്ല. ഞാനൊരു 4-5 മേടിച്ചാണ്. ഒരു 4-5 സ്പോട്ടിലായി വെച്ചു. അപ്പോൾ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഫാമിൽ വന്ന് മുള ആവശ്യം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ, കാശൊന്നും വേണ്ട, അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മുളകൾ തരാം. കാരണം ഇത് പണിയൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് നമ്മൾ കുത്തി കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് പൊട്ടി വരും അവകൾ. ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ മുളൻ്റെ ഒരു ഇതിൻ്റെ ജോയിൻറ്റ് വരുന്ന അവിടെയൊക്കെ ഇത് നമ്മൾ എത്രയ്ക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വെറുതെ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി. ഇത് എത്രയ്ക്ക് കട്ട് ചെയ്താൽ മതി. ഇവിടെ ഓൾറെഡി നമ്മളിത് കട്ട് ചെയ്തെടുത്താണ്. ഇത്രയ്ക്ക് കട്ട് ചെയ്ത് നമ്മൾ മണ്ണിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിക്ക് മുളച്ചോളും. അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു ഗാർഡൻ സെറ്റപ്പ് എന്തെങ്കിലുമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം, മുള കൊണ്ട് സെറ്റ് ചെയ്യണ വല്ല പരിപാടിക്കൊക്കെ പറ്റിയ ബെസ്റ്റ് മുളയാണ്. മുള്ളില്ലാത്ത ടൈപ്പാണ്. അപ്പോൾ അതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി. നമ്മുടെ ഫാമിക്ക് സാധനമുണ്ട്. വേണ്ടത് നമുക്ക് വെട്ടിത്തരാൻ പറ്റും. കടയിൽ റേറ്റുകളുണ്ട്, 25-50 ഉണ്ട് ഒരു തേക്ക്. പക്ഷെ നമുക്കതൊന്നും ആവശ്യമില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സമാധാനത്തിന് നമ്മൾ കാണാൻ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിലുള്ളത്, കൂടുതലുള്ളത് എന്താണോ അത് നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ തരുന്നതായിരിക്കും. നമുക്ക് മുളയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ആദ്യം കൊണ്ടൊന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ഇവനാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആകെ 2 പീസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 5 അടി ഹൈറ്റിൽ ഇപ്പോൾ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ കയറി കിടക്കുകയാണ് അവൻ, വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫോണും പിടിച്ച് വീഡിയോയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ എടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മുള വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ മഞ്ഞ അതേപോലെ പച്ച വരയൊക്കെയുള്ള നല്ല അടിപൊളി മുള. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്യണില്ല, മേലെ കൊണ്ടുപോയിട്ട് കറക്റ്റ് അളവ് വേണ്ടത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളൂ ഫാമിക്ക്. സാധനം ഫുൾ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഏകദേശം മുള നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6 അടി വെച്ചിട്ടാണ് 12 അടി നേർ പകുതിയാക്കി കട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി ഇടാം. ഇപ്പോൾ മുള ആദ്യം പോസ്റ്റ് നാട്ടാം. അപ്പോൾ ഇത് പോസ്റ്റ് ഇടുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അടിഭാഗമായിരിക്കണം മണ്ണിൽ പോകാൻ. തലഭാഗം മണ്ണിൽ പോയാൽ പിന്നെ അവയ്ക്കില്ല. അടിഭാഗം മണ്ണിൽ പോയാലേ നമുക്ക് കറക്റ്റ് ഈ ഭാഗമൊക്കെ മണ്ണിൽ തട്ടിക്കഴിഞ്ഞാലേ അവ പൊട്ടുള്ളൂ. അപ്പോൾ അത് അധികം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇട്ടാലും പോസ്റ്റ് ഇട്ടാലും അത് വയ്ക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വിടും. അത് കാരണം വലിയൊരു അടങ്ങേട് വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും മാക്സിമം ഇങ്ങനത്തെ മുളകളൊക്കെ പോസ്റ്റ് ഇടാൻ ശ്രമിക്കുക. പണിയും കുറവാണ്, നമുക്ക് തന്നെ സാധനങ്ങളത് ബ്രൂൺ ചെയ്ത് വിടാൻ പറ്റും. വന്നാലും അത് കട്ടാനുള്ള ഗ്രീൻ നെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കവറ് മൊത്തം, അതായത് ഒരു കവർ ഫുള്ളായിട്ട് എടുത്തു. 700 സംതിങ് രൂപ വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോസ്റ്റ് ഇട്ടിട്ട് നെറ്റൊന്ന് കെട്ടാം. നമ്മൾ പോസ്റ്റ് ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഓടുന്ന സാധനം താഴെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഇന്ന് 2 ആവ് പൊട്ടും. അപ്പോൾ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ പോസ്റ്റ് ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് കാണാമല്ലോ. അപ്പോൾ ഏകദേശം നെറ്റ് നമ്മൾ കെട്ടാനും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആട്ടിൻ്റെ ഫാമിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇവിടെ തൈ വെച്ച അവന്മാർ തലയിട്ട് കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ടായിട്ടാണ് നമ്മൾ കെട്ടുന്നത്. അപ്പോൾ കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ നെറ്റ് പച്ച നെറ്റൊക്കെ ഏകദേശം കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം. 2 പോസ്റ്റ് ഇട്ടു, ഇവിടെ ആയിട്ട് ഏകദേശം നമ്മുടെ കെട്ടിക്കഴിഞ്ഞു. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ തൈകൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ബാക്ക് സൈഡ് ഒന്ന് പച്ച നെറ്റ് കെട്ടാനുള്ള ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ നോക്കിയിട്ട് ചെയ്യുന്നുള്ളൂ. നെറ്റ് ഉണ്ട്, നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലോഡ് ഈ മാസം ലാസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നല്ല തൈകൾ വില കമ്മിയിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന അതേ റേറ്റിന് എനിക്ക് തരാൻ സാധിക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് തന്നെ ഞാൻ ഇപ്പോൾ ഓർഡർ തരുന്ന ആൾക്കാർക്ക് ഞാൻ കൊണ്ടുവരും. പിന്നെ അത് കഴിഞ്ഞ് എന്നാണോ ഞാൻ എൻ്റെ ആവശ്യത്തിന് എടുക്കണം അന്നേ പറ്റുള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ച് വേണ്ട തൈകൾ ബുക്ക് ചെയ്യുക. എല്ലാ തൈകളും, ഇപ്പോൾ ഏത് തൈ വേണമെന്നില്ല, ഏത് തൈകൾ നിങ്ങൾ പൂച്ചെടി ആണെങ്കിലും റോസ് പൂ ആണെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. സാധനം എത്തും നമ്മുടെ ഫാമിൽ, വന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ല പൂത്ത് നിൽക്കണം നമ്മുടെ കുള്ളം കവുങ്ങ്. തെങ്ങും കവുങ്ങും ജാതിയും അങ്ങനെ മാത്രമല്ല, എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ടോ, തൈകളുണ്ടോ, പൂക്കളുണ്ടോ, പഴവർഗ്ഗങ്ങളുണ്ടോ, എല്ലാത്തിൻ്റെയും തൈകൾ നമ്മുടെ ലോഡ് വരുന്നതിന് മുമ്പായി നിങ്ങൾ പറഞ്ഞാൽ വില കമ്മിയിൽ നിങ്ങൾക്ക് സാധനം നമ്മുടെ ഫാമിലെത്തും, മേടിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്ത് ബുക്ക് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു.